നിങ്ങൾ രണ്ടാളും കരുതിയത്? നിയമം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താമെന്നോ? ഒരാലോചനയും ഇല്ലാതെ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ അമ്മയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യത്തിനെക്കുറിച്ച് 100 വട്ടം ആലോചിച്ചിട്ടേ ഞാനൊരു തീരുമാനം എടുക്കൂ. അഴകത്ത് വീടിന്റെ നന്മ അത് മാത്രം ലക്ഷ്യമിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങൾ രണ്ടുപേരും കവിത പറയുന്നത് അതേപടി വിശ്വസിച്ച് ഇവളെ കുറ്റപ്പെടുത്തി. ഇവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല. വേണ്ട, ഇനി നിങ്ങളത് അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ബാലാമണിയെ അഴകത്ത് വീട്ടിൽ നിന്നും പുറത്താക്കാൻ ആരെന്തൊക്കെ പടയൊരുക്കം നടത്തിയിട്ടും കാര്യമില്ല. അഴകത്തെ സുമംഗല എന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവളും എൻ്റെ ഒപ്പം അഴകത്ത് തന്നെ ഉണ്ടാവും, എൻ്റെ മകളായി. ഈ തീരുമാനത്തോട് യോജിപ്പില്ലാത്തവർക്ക് അഴകത്ത് വീട് വിട്ടിറങ്ങാം. ആരും തടയാൻ വരില്ല. അമ്മേ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. എന്തെങ്കിലും ഒരു ദിവസം ഈ വീട് വിട്ട് ഇറങ്ങിയല്ലേ പറ്റൂ. പക്ഷേ ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങിപ്പോകും നമ്മ വിചാരിക്കണ്ട. അമ്മയ്ക്ക് ഞങ്ങൾ മക്കളെക്കാളും വലുത് ദേ ഇവളാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഇനിയുള്ള കാലം ഈ മകളോടൊത്ത് അമ്മ അഴകത്ത് ജീവിച്ചാൽ മതി. ഞങ്ങൾക്ക് തരാനുള്ള എന്താന്ന് വെച്ചാൽ തന്ന് ഞങ്ങൾ ഒഴിവാക്കിക്കോ. നീ എന്താടാ പറഞ്ഞത്? നിനക്ക് അഴകത്ത് വീടിന്റെ ഷെയർ വേണമെന്നോ? എനിക്ക് ഷെയർ വേണം. ഇത് ഇവന്റെ മാത്രം ആവശ്യമല്ല. ബാലാമണി ഇനി ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാം സഹിച്ച് ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ വയ്യ. ഷെയർ എന്ന് ഓരോരുത്തരെയും പറഞ്ഞു വിട്ടേക്ക്. ശരി, എങ്കിൽ ഈ അഴകത്ത് വീട് ഭാഗം വയ്ക്കാം. അരുത്, അരുതമ്മേ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചുള്ളിക്കമ്പുകൾ കൊണ്ട് കിളികൾ കൂട് വെക്കുന്നത് പോലെ അത്ര ശ്രദ്ധയോടെ പലതും സഹിച്ച ഈ അഴകത്ത് വീട് ഇത്രയും കാലം അമ്മ മുമ്പോട്ട് കൊണ്ടുപോയത്. അത് ഒടുവിൽ ഒരു നാൾ ഭാഗം വെച്ച് പിരിയാൻ വേണ്ടിയായിരുന്നു. ബാലാമണി, നീ സംസാരിക്കരുത്. ഞാൻ സംസാരിക്കൂ അമ്മേ. അഴകത്ത് വീട് ഭാഗം വെക്കാമെന്ന് അമ്മ പറയുമ്പോഴും അമ്മയുടെ ഉള്ളിൽ ആ തേങ്ങല് അതെനിക്ക് കേൾക്കാം. ഈ അനന്തവേട്ടൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ചപ്പോ ഈലാമ്മയ്ക്ക് കൊടുത്ത വാക്കുപോലും മറന്ന ആളാണ് എന്റെ അമ്മ. അമ്മ അമ്മയുടെ മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയും അമ്മയുടെ മക്കളും എന്നും എന്നും സന്തോഷമായിട്ട് അഴകത്ത് കഴിയണം. ഇവര് ചോദിച്ചത് ശരിയല്ലേ അമ്മേ? ഈ സ്വത്തുക്കളിലൊക്കെ എനിക്ക് എന്ത് അധികാരമുള്ളത്? ഇതിലൊന്നും യാതൊരു അധികാരമോ അവകാശമോ എനിക്കില്ല. ഞാനിപ്പോ ഇവിടെ ഒരു അധികപ്പറ്റ. ഞാനിവിടുന്ന് പോയാൽ അവസാനിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനും മാഡം വിളിയും ഒക്കെ എനിക്ക് മടുത്തു അമ്മ. ഇനി കുറച്ചു നാൾ എങ്ങോട്ടെങ്കിലും എനിക്കൊന്ന് പോണം. അതിന് പറ്റിയ സമയം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നെ വിട്ടു പോകാൻ നിന്നെ കൊണ്ട് കഴിയോ ബാലാമണി? എന്നേക്കുമായി ഞാൻ ഈ വീട് വിട്ട് പോവല്ലോ അമ്മ. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കുറച്ചു കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ കരുതിയാൽ മതി അമ്മ. അമ്മേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ഈ തീരുമാനത്തെ എതിർക്കരുത്. എനിക്ക് പോയേ പറ്റൂ. മോളെ ബാലാമണി, ഞാൻ ഒരുപാടൊന്നും കൊണ്ടുപോകാനില്ല അമ്മ.
സാധനങ്ങളൊക്കെ ഞാനൊന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ? എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ കൂടെ സഹായിക്കുമായിരുന്നല്ലോ. നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ കവിതേ? ഇപ്പോഴും സഹായിച്ചോണ്ടിരിക്കുകയല്ലേ? ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് മോശമല്ലേ? എന്താ കവിതേ, ഇനിയും നിനക്കെന്നെ സഹായിക്കണോ? ഗതികേടിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ചുമ്മാതല്ല നിനക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. എനിക്കൊരു ഗതികേടും ഇല്ല എൻ്റെ കവിതേ. എനിക്ക് ചെന്ന് കയറാൻ പാവങ്ങളാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ വീടുണ്ട്. പക്ഷേ ഇതേ അവസ്ഥ നിനക്ക് വന്നാൽ നീ ഗതികേടിലായി പോവും. അഴകത്ത് നിന്ന് നിന്നെ അടിച്ചിറക്കിയാൽ വല്ല റെയിൽവേ ട്രാക്കിലും തലവെക്കാവുന്നല്ലാതെ മറ്റെന്ത് വഴിയാ നിന്റെ മുമ്പിലുള്ളത്? ബുദ്ധിയും ബോധവും ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും നിന്നെ വീട്ടിൽ കയറ്റോ? ഇല്ലല്ലോ. ഓ, പിന്നെ എനിക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതിന്റെ കാരണം, അതിന്റെ ഉത്തരം ലളിതമാണ്. നിന്നെ പോലെ ഒരു വിഷജന്തുവിനെ അഴകത്ത് താമസിപ്പിക്കാൻ ഞാനായിട്ട് അവസരം ഉണ്ടാക്കിയില്ലേ? ആ തെറ്റിന്റെ ശിക്ഷയായത്. മതിയടി, കൂടുതൽ നെഗളിക്കാതെ. ഏതായാലും കുറച്ചു നേരം കൂടി നിന്നെ സഹിച്ചാ മതിയല്ലോ. അത് കഴിഞ്ഞ എന്നേക്കുമായി ശല്യം ഒഴിഞ്ഞു പോവുമല്ലോ. എന്താണ് നീ ചിരിക്കുന്നത്? അല്ല, നീ എന്നെ ഇത്രയും പേടിച്ചിരുന്നു എന്ന് ഇന്നാ ഞാൻ അറിയുന്നത്. എന്തിനാ കവിത നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? കുറച്ചു നേരം കൂടി കഴിഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞാ നിനക്കിവിടെ സമാധാനമായിട്ട് കഴിയാം. പിന്നെ പോകുന്നതിന് മുൻപ് മൈഥിലി ഏട്ടത്തിയെ തള്ളിയിട്ടത് ആരാണെന്ന് ഞാൻ മൈഥിലി ഏട്ടത്തിയോട് തന്നെ പറയും. സത്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അരവിന്ദേട്ടന്റെ ഭാര്യയായിട്ടല്ല, എന്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞാൻ ഏട്ടത്തെ കണ്ടിട്ടുള്ളത്. ഏട്ടത്തെയും സ്വന്തം അനുജത്തെ പോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴാ ഞാൻ എന്റെ ഏട്ടത്തേക്ക് ആരും അല്ലാണ്ടായി മാറിയത്? ഉണ്ണിമാമയുടെ മോള് മാത്രമായിട്ട് മാറിയത്. നീ എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോവാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. ഡോക്ടർ എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. നീ ഇവിടെ ഇരുന്ന് എന്നോട് സംസാരിച്ച ഞാൻ വയലന്റ് ആവും. അതുകൊണ്ടാ പറയുന്നത്. എഴുന്നേറ്റ് പോ. ഏട്ടത്തെ, എനിക്ക് ഏട്ടത്തിയോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ ഞാനത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ഏട്ടത്തിയോട് പറയാനുള്ള അവസരം എനിക്ക് കിട്ടില്ല. ഏട്ടത്തിയുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരിയാ. ഏട്ടത്തിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയവള. ആ തെറ്റിന് ഏട്ടത്തിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. ഏട്ടത്തി തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. പക്ഷെ അതിനൊക്കെ മുൻപ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഏട്ടത്തെ ഒന്ന് കേൾക്കണം. അഴകത്ത് നിന്ന് പോകുന്നതിന് മുൻപ് ഇതൊന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാ ഏട്ടത്തിയുടെ അടുത്തേക്ക് ഞാൻ വന്നത്. എല്ലാത്തിനും കാരണം കവിതയാണ്. അവൾ എന്നെ പുറകിൽ നിന്ന് ചവിട്ടിയതുകൊണ്ടാണ് ഞാൻ വീണത് എന്നല്ലേ നിനക്ക് പറയാനുള്ളത്? നീ ഇങ്ങനൊരു കള്ളക്കഥയുമായി വരുമെന്ന് കവിത എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു.
അവള് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എടുത്തേ, കവിത എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നീ ഇവിടുന്ന് പോ. എടുത്തേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടി. എടുത്തേ പ്ലീസ്, ഞാനൊന്നും പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? എടുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇറങ്ങി പോടി. ഇല്ല, ഞാൻ പോവില്ല. സത്യം എന്താണോ അത് ഏട്ടത്തിക്ക് തെളിയിച്ചു തരാതെ ഞാൻ ഈ മുറിയിൽ നിന്ന് പോവില്ല. നീ പോവില്ലല്ലേ? ഇല്ല, ഞാൻ പോവില്ല ഏട്ടത്തി. നിന്നെ അടിച്ചിറക്കി വിടണ്ടെന്ന് കരുതിയിട്ടാ ഇത്രയും നേരവും ഞാൻ ക്ഷമിച്ചത്. അപ്പോ നീ അത് മുതലെടുക്കാൻ ശ്രമിക്കല്ലേടി? ഇറങ്ങിപ്പോടി, പോകാൻ. എടുത്തേ, ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്. എന്നെങ്കിലും ഏട്ടത്തിക്ക് സത്യം ബോധ്യമാവും. ഞാൻ പോവാ ഏട്ടത്തി. ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾക്കാർക്കും ഒരു ശല്യമാവില്ല. ഞാൻ പോവാ. ഏട്ടത്തിയെ സത്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലേ? ഏട്ടത്തിയെന്നല്ല, ഇനി ആരെയും ഒന്നും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല. അഴകത്തുകാർക്ക് നിന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു ബാലാമണി. അത് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ വെറും കോമാളിയായി പോവേ ഉള്ളൂ. ഇന്ന് എന്റെ നേരെ വാതിലടച്ചവർ നാളെ അതോർത്ത് ദുഃഖിക്കും. ആ ഉറപ്പെനിക്കുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഏതായാലും എനിക്ക് സമാധാനമായി. ഒരിക്കലെങ്കിലും നിന്റെ വീഴ്ചയൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ കാണുന്നത് നിന്റെ വീഴ്ചകളുടെ പെരുമഴയാ. എല്ലാവർക്കും ഒരു സമയമുണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ എന്റെ സമയോ. ഇനി അങ്ങോട്ട് എല്ലായിടത്തും വിജയിക്കുന്നത് ഈ കവിത തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാ പിന്നെ സമയം കളയാതെ വേഗം പോയി പെട്ടിയെടുത്ത് അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോ. നീ അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഞാൻ അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ കുറെ കാലത്തെ ആഗ്രഹമല്ലേ ഇന്ന് സാധിക്കാൻ പോകുന്നത്. ചെല്ലടി, ചെന്ന് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇറങ്ങിപ്പോടി. ഇനി അങ്ങോട്ട് ഈ കവിത അഴകത്ത് വീട് ഭരിച്ചു മുടിക്കും. അഴകത്ത് വീടിന് പുറത്ത് നിനക്കത് കണ്ട് വേദനിക്കാം. കവിതേ, വേണമെങ്കിൽ നീ ആ ബാഗ് ഒന്ന് പരിശോധിച്ചോ. അഴകത്ത് വീട്ടില് വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഉള്ളതാ. അഴകത്ത് വീട്ടിൽ നിന്നും വിലപ്പെട്ട ഒന്ന് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ബാഗ് ഇങ്ങോട്ട് താടി നോക്കട്ടെ. ഞാൻ മോഷ്ടിച്ച വസ്തു നീ ആ ബാഗിൽ തരേണ്ട കവിത. എങ്കിൽ പിന്നെ നീ അത് ഒളിപ്പിച്ചത് എവിടെയെന്ന് പറ. അതിനു മുൻപ് ആ സാധനം എന്താന്ന് നമുക്കറിയണ്ടേ? വേണ്ടേ അരവിന്ദേട്ടാ?
പറയടി, നീ എന്താ ഇവിടുന്ന് മോഷ്ടിച്ചത്? എന്റെ അമ്മയുടെ സ്നേഹം. മറ്റാരും അത് കട്ടെടുക്കാതിരിക്കാൻ ഞാനതിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അത് മാത്രമേ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ഏട്ടാ, ഇപ്പോഴും എനിക്കങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഒരേട്ടന്റെ സ്നേഹം ഞാൻ അറിഞ്ഞത് അരവിന്ദേട്ടനിലൂടെയാ. അനിയന്മാരുടെയും അഴകത്ത് വീടിന്റെയും വലിയേട്ടൻ. എന്നും അരവിന്ദേട്ടൻ അങ്ങനെ തന്നെ ആയിരിക്കണം. ഏട്ടൻ വിചാരിക്കുന്നത് പോലെ അമ്മയ്ക്ക് ഏട്ടനോട് ഒരു ദേഷ്യവുമില്ല. ഇഷ്ടക്കൂടുതൽ തന്നെയുള്ളത്. ഇവിടുന്ന് പോയാലും വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട ഏട്ടാന്ന് വിളിച്ച് ഞാൻ ഓടി വരും. അപ്പോ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് പോവരുത് കേട്ടോ. പോയിട്ട് വരട്ടെ ഏട്ടാ. വലമണി, എന്തിനാ നീ ഇവിടുന്ന് പോകുന്നത്? ദേ, ഏട്ടനും അനന്തൊക്കെ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച്? ആരോടുള്ള ദേഷ്യം കൊണ്ടോ വാശി തീർക്കാനോ ഒന്നും അല്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാ. ഒരു ചേഞ്ച് ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. പിന്നെ സാറിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അഭിയടത്തെ പറ്റി ഓർത്ത് ജീവിതം ഇങ്ങനെ പാഴാക്കി കളയരുത്. സാറിന് യോജിച്ച ഒരാളെ കൂട്ടിന് കണ്ടെത്തണം. അമ്മയ്ക്കത് വലിയ ആശ്വാസവും. പോട്ടെ സർ. അനന്തുവേട്ടനും കവിതയ്ക്കും ഇനി സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം. നിങ്ങളെ ശല്യപ്പെടുത്താൻ ഈ അഴകത്ത് വീട്ടിൽ ഇനി ബാലാമണിയില്ല. ഞാൻ പോകുന്നു. പ്രസംഗിച്ച് നിന്നെ ഞാൻ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഒന്ന് മാത്രം നീ ഓർത്തു വെച്ചോ. ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും നിന്നോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല. എന്നോട് നീ ചെയ്തതിനൊക്കെ നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിച്ചിരിക്കും. ഈ അഴകത്ത് വീടിന് പുറത്തു വെച്ച്. ഏട്ടത്തി, മറ്റെന്ത് തെറ്റ് ഞാൻ ചെയ്തു എന്ന് ആരൊക്കെ പറഞ്ഞാലും ഏട്ടത്തി അത് വിശ്വസിച്ചോളൂ. പക്ഷേ അമ്മയുടെ താരാട്ട് കൊതിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള ക്രൂരതയൊന്നും ഈ ബാലാമണിക്കില്ല. ഒന്നും ഏട്ടത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയല്ല. ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ ഞാൻ എന്റെ മോന്റെ സ്ഥാനത്ത് തന്നെയാ കാണുന്നത്. എനിക്കവൻ അത്രയ്ക്കും വിലപ്പെട്ട ജീവന. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. ഏട്ടത്തിക്കും ആൺകുട്ടി തന്നെയായിരിക്കും. അതാ ഈ മുൻചുണ്ടി. അല്ലെങ്കിൽ നോക്കിക്കും, ആൺകുട്ടിയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അറിയിക്കൂ. ഇനി ഞാൻ എന്റെ ബാഗ് എടുത്തോട്ടെ. ഇറങ്ങാം മോളെ. അച്ഛാ. അതെ മോളെ, ഞാനും നിന്റെ ഒപ്പം വരിക.
ഇവളെ തനിച്ചു വിടാൻ വയ്യ സുമംഗലേ. എനിക്ക് കൂടെ പോയേ പറ്റൂ. മോള് വരിക. ബാലാമണി, ഇവിടെ വാ. നീ എന്നോട് യാത്ര പറയുന്നില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്നോട് യാത്ര പറയുന്നില്ലേ എന്ന്. ഞാൻ എങ്ങനെയാ അമ്മയോട് യാത്ര പറയുന്നത്? എന്തിനും നീ എന്റെ അനുവാദം ചോദിക്കാറുണ്ടല്ലോ. ഈ ഒരു കാര്യത്തിൽ എന്റെ അഭിപ്രായം എന്താണെന്നെങ്കിലും നീ ചോദിച്ചോ? അമ്മേ, ദയവേത് അമ്മ ഇനി എന്നെ ഇവിടെ പിടിച്ച് നിർത്തരുത്. എനിക്ക് ഈ വീട് വിട്ടു പോണം. ഞാനിവിടുത്തെ ആരും അല്ലമ്മ. കുഞ്ഞുണ്ണിയുടെ മകൾക്ക് അഴകത്തെ വീട്ടിൽ വലിയ സ്ഥാനമൊന്നുമില്ല. അത് നിശ്ചയിക്കേണ്ടത് ഞാനാ, അല്ലാതെ മറ്റാരുമല്ല. നീ ഇവിടുന്ന് പോവാൻ പാടില്ല. അതിനെന്താ കാരണമെന്നറിയാമോ? നീ കുഞ്ഞുണ്ണിയേട്ടന്റെ മകള് മാത്രമല്ല, അഴകത്ത് വീടുമായിട്ട് ഒരിക്കലും മുറിച്ചറിയാൻ കഴിയാത്ത ഒരു ബന്ധം കൂടി നിനക്കുണ്ട്.